സമൂഹ മാധ്യമങ്ങളിൽ വധഭീഷണി മുഴക്കിയവർക്കെതിരായ കേസിൽ നിന്ന് പിന്മാറ്റമില്ലെന്ന് തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപിക ദീപ നിശാന്ത്. തന്റെ നിലപാടിന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിൽ ആഹ്ലാദമുണ്ട്. കല എന്തെന്നും അതിലെ മിത്തും യാഥാർത്ഥ്യവും എന്തെന്നും തിരിച്ചറിയാനാവാത്തവരോട് സഹതാപം മാത്രമേ ഉള്ളൂവെന്നും ദീപ പറഞ്ഞു. കേരളവർമ്മ കോളേജിൽ SFI സ്ഥാപിച്ച MF ഹുസൈന്റെ ചിത്രത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധമുയർത്തിയിരുന്നു. ചിത്രത്തെ അനുകൂലിച്ച് ദീപ നിശാന്ത് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെതിരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ രംഗത്തെത്തി. അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടും മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുമായിരുന്നു ഭീഷണി. ഫോൺ വഴി വധഭീഷണിയും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ദീപ നിശാന്ത് DGPക്ക് പരാതി നൽകിയത്. പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭീഷണിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് സഹതാപമാണെന്ന് ദീപ നിശാന്ത് പറഞ്ഞു. ഒരു ആർട്ടും മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അതിനെ അർത്ഥത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഒരിക്കലും കേസ് പിന്മാറില്ല, മുന്നോട്ട് തന്നെ പോകും. താൻ തീവ്രവാദിയാണെന്നും മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു എന്നവരെ കുപ്രചരണം തുടരുകയാണ്. കേസന്വേഷണം ശക്തമായി നടക്കുമെന്നാണ് പ്രതീക്ഷ. പൊതുസമൂഹത്തിന്റെ പിന്തുണയിൽ സന്തോഷമുണ്ടെന്നും ദീപ നിശാന്ത് പറഞ്ഞു. ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന, നിലനിൽക്കുന്ന, ഈ മതത്തിൽ നിന്നും പുറത്തു പോകാൻ ആഗ്രഹിക്കാത്ത ഒരാൾ തന്നെയാണ്. അപ്പൊ ഇവരെ ഉദ്ദേശിക്കുന്ന ഇവരല്ല ഹിന്ദു എന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുസ്ലിം മതപരിവർത്തനം നടത്താനായിട്ട് ഇരിക്കുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ. ഇവർക്ക് പിന്നെ ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ അല്ലേ അവർക്കറിയുള്ളൂ. അവർക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഈ സംവാദ മര്യാദ പാലിക്കാത്തുള്ള ഒരു വിമർശനങ്ങളെയും ഞാൻ ഗൗനിക്കുന്നില്ല. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എങ്ങണ്ടിയൂരിൽ ദീപ നിശാന്ത് പങ്കെടുത്ത പരിപാടിക്ക് കനത്ത പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.